ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിട്ട് കുറച്ചായെന്ന് തോന്നുന്നല്ലേ, ഒരു 2 ആഴ്ച ആയെന്ന് തോന്നുന്നു എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ പഴയ ഒരു വീഡിയോയുടെ താഴെ ഒരാളൊരു കമൻറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു, നിങ്ങൾക്ക് ഈ കാനഡയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന്. അല്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ആ വീഡിയോ വൈറലായതുകൊണ്ട് നിങ്ങളത് കണ്ടുപോയതാണ്. അപ്പം എന്തായാലും ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വിശേഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. ഞാൻ ചിന്മയ യൂണിവേഴ്സിറ്റിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അവിടുത്തെ ജോലിയാണ് ഞാൻ രാജിവെച്ചത്. അപ്പം രാജിവെച്ചതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ സ്വന്തം ബ്രാൻഡ് റൈറ്റ് ബോർഡ് എന്ന് പറയുന്ന റൈറ്റ് ബോർഡ് എഡ്യൂ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന എൻ്റെ സ്വന്തം ബ്രാൻഡ് എനിക്കതൊന്ന് വലുതാക്കി എടുക്കണം, അല്ലെങ്കിൽ അതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം, ഫുൾ ഫോക്കസ് അതിലോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ റിസൈൻ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോരമ പോലെ ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് ഒരു ബഡ്ഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവരുടെ പ്രൊഫഷണലിസം ഒക്കെ നമുക്ക് അത്ര അങ്ങോട്ട് മാച്ച് ആവത്തില്ല. ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ, അല്ലെങ്കിൽ ഒട്ടും പ്രൊഫഷണലിസം ഇല്ലാത്തയൊക്കെയുള്ള പെരുമാറ്റങ്ങളൊക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും വെറുതെ കടിച്ചു തൂങ്ങി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് നിർത്തിയതാണ്. അപ്പം പൂർണ്ണമായിട്ട് ഞാൻ ഒരു എൻ്റർപ്രണർഷിപ്പ് ജേർണിയിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഒരു പുതിയ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടൊരു എൻ്റർപ്രണർഷിപ്പ് ജേർണിയിലോട്ട് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. റൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാൽ പോലും റൈറ്റ് ബോർഡ് ഒരു പാർട്ട് ടൈം ആയിട്ടായിരുന്നു കൊണ്ടുപോകുന്നത്. എൻ്റെ ജോലിയുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ പൂർണ്ണമായിട്ട് ഇതിലോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്തുമാത്രം ജോലി, അല്ലെങ്കിൽ എന്തുമാത്രം ഒരു എഫേർട്ട് നമ്മളുടെ ഒരു സ്വന്തം സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇടണം എന്നുള്ള ഒരു റിയാലിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പറയാറുണ്ട് 100% ആത്മാർത്ഥത ഇടണം. 100 200% ആത്മാർത്ഥത ഇട്ടാൽ മാത്രമേ നമുക്ക് നമ്മളുടെ സ്വന്തം സ്ഥാപനത്തിനെ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ചില ആൾക്കാർക്കൊക്കെ തോന്നുന്നുണ്ടായിരിക്കും, ഇവർക്ക് എന്തുകൊണ്ട് തലയ്ക്ക് വെട്ടാണ്, കാരണം മനോരമയിൽ ജോലി രാജിവെച്ചു, എന്നിട്ട് കാനഡയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു ജോലി കിട്ടി, അതും രാജിവെച്ചു, എന്നിട്ട് ഒരു സ്വന്തമായിട്ടൊരു എഡ്യൂ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ സത്യം പറയാമല്ലോ, മനോരമയിലെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ 10 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തത് ഓരോ ദിവസവും ഞാൻ സന്തോഷത്തോടുകൂടി തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് കാനഡയിലോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. ആഗ്രഹമല്ലാതെ എല്ലാവർക്കും ഇപ്പം എത്രയോ ലക്ഷം ആൾക്കാർക്ക് തോന്നുന്നുണ്ട് ഒരു അബ്രോഡിൽ പോയിട്ട് സെറ്റിലാകണം, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റണം എന്നൊക്കെയുള്ള അത് അത്യാഗ്രഹമൊന്നുമല്ല, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കാനഡയ്ക്ക് പോയത്. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അവിടുത്തെ സെറ്റായില്ല, കാര്യങ്ങളൊന്നും സെറ്റായില്ല. പിന്നെ ഹെൽത്ത് ഇഷ്യൂ വന്നു. അങ്ങനെ നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു. വേറൊരു ജോലി കയറി. പക്ഷേ ആ ജോലി നമുക്ക് പിടിച്ചില്ല, എനിക്കത് ഒട്ടും പറ്റാതെ വന്നപ്പോഴത്തേക്കും വെറുതെ ഞാൻ എൻ്റെ സമയവും എൻ്റെ എനർജിയും ഒക്കെ വേസ്റ്റ് ആക്കണ്ടെന്ന് സ്വയം എന്നെ എടുത്തൊരു തീരുമാനമാണിത്. അതിൽ ഞാൻ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡുമാണ്. കാരണം ഒരു ഇഷ്ടമില്ലാത്തൊരു സ്ഥാപനത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടന്ന് എന്തിനാണ് വെറുതെ. അപ്പം എനിക്ക് മനോരമയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഉണ്ടായിരുന്നൊരു സന്തോഷമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു സന്തോഷം എനിക്കിപ്പോൾ റൈറ്റ് ബോർഡിൽ വർക്ക് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ജോലി ചെയ്തിട്ട് വൈകുന്നേരം കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഒരു സംതൃപ്തിയുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലോ, എൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കാരണം അതൊരു ഇൻഫൻറ്റ് സ്റ്റേജിൽ ഉള്ളൊരു സ്ഥാപനമാണ്, അപ്പോൾ ഒരു എഡ്യൂ പ്ലാറ്റ്ഫോമാണ്. അപ്പം അത് ഒരു 2-3 വർഷം അതിൻ്റെ ഒരു ഗ്രോയിങ് സ്റ്റേജാണ്. ആ ഗ്രോയിങ് സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ ലാഭം നഷ്ടം എന്നൊക്കെയുള്ള രീതിയിലോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. എനിവേ, അതിലോട്ടൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഒരു എൻ്റർപ്രണർഷിപ്പ് ജേർണി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കതിൽ പൂർണ്ണമായിട്ട് എന്താ പറയുക, കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ നല്ല പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ വിജയിക്കാൻ പറ്റും. ഈ പറയുന്ന 2 കാര്യങ്ങളും അത്യാവശ്യമായിട്ട് വേണം എന്ന് പറഞ്ഞാൽ, ഒന്ന് പാഷൻ. കാരണം പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എൻ്റർപ്രണർഷിപ്പ് ജേർണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ.
അല്ലാത്തിടത്തോളം കാലം നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം റൈറ്റ് ബോർഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ റൈറ്റ് ബോർഡ് ഒരു പാർട്ട് ടൈം ആയിരുന്നു. എന്നാൽ പോലും എനിക്ക് ടീച്ചിങ് എന്ന് പറയുന്ന പാഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ലൈഫിലെ ഡൗൺഫോൾസിൽ പോലും റൈറ്റ് ബോർഡ് എന്ന് പറയുന്നതിനെ ഞാൻ കൈവിടാതെ കൊണ്ട് നടന്നു. പിന്നെ നമ്മൾക്ക് ഇത്തവണ നല്ല റിസൾട്ടുകൾ വന്നു. അപ്പോൾ ആ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കൊരു ആത്മവിശ്വാസമായത്. ഞാനിത് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ഥാപനത്തിനെ കുറച്ചും കൂടെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നപ്പോഴാണ്. അപ്പോൾ ഈ കോൺഫിഡൻസും പാഷനും ഒരുമിച്ച് ചേർന്നപ്പോഴത്തേക്കും ഇനി അത് വൈകിക്കേണ്ട, അതിലേക്ക് കൂടുതൽ സമയം കൊടുക്കാമെന്നുള്ള രീതിയിൽ തീരുമാനത്തിലെത്തുന്നത്. പിന്നെ അതിൽ വേറൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മുടെ ലൈഫ് ഒരു 8.5 മണിക്കൂർ ഒരു ഷെഡ്യൂളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എൻ്റെ മോള് വളർന്നു വരികയാണ്. അവളുടെ പഠിത്ത കാര്യത്തിലൊക്കെ ആണെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കണം. പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ട് ഇപ്പം വീട്ടിൽ അപ്പൂപ്പനും അമ്മമ്മയും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ സ്കൂളിലൊക്കെ ആണെങ്കിലും പിന്നെ നല്ലപോലെ പഠിപ്പിക്കുമായിരുന്നു. ടീച്ചർമാർ മെനക്കെട്ടിട്ട് പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ സ്കൂളിൽ അത്ര എഫേർട്ടൊന്നും ടീച്ചർമാർ ഇടാറില്ല. അവർ പഠിച്ചാൽ പഠിച്ചു, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് പൊതുവെ പോകുന്നത്. പണ്ടത്തെ സാറുമാരുടെ പോലെ അങ്ങനെ ഒരു കുട്ടി കറക്റ്റായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഓരോ അക്ഷരവും തെറ്റാതെ പഠിക്കണം, അങ്ങനെയുള്ളൊരു രീതിയൊന്നും ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം മോളിപ്പോൾ വളരുന്നു. അപ്പോൾ അവൾ പ്രീ-KG ആയി. അപ്പോൾ പ്രീ-KG ആയപ്പോഴത്തേക്കും അവളെ പതുക്കെ അക്ഷരങ്ങൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഈ രാവിലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നത് 9 തൊട്ട് 5:30 മണി വരെ. അപ്പോൾ 9 മണിക്ക് കയറണം. അപ്പോൾ കയറണം എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഡേ കെയറിലൊരു 8 മണി 8:30 ഒക്കെ ആകുമ്പോഴത്തേക്കും എത്തിച്ചിട്ട് 5:30ക്ക് ജോലി കഴിഞ്ഞാലും അപ്പോഴത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയാലും പിന്നെ എത്തുന്നത് ഒരു 6:30 7 മണിയാവും. ട്രാഫിക് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് 7 മണിയാവും. ഈ 8 മണിക്ക് ഡേ കെയറിൽ കൊണ്ടുപോയിട്ട കൊച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്ന 7:30 ആകുമ്പോഴത്തേക്കാണ്. അവൾക്കാകെ 3 വയസ്സല്ലേ ഉള്ളൂ. അവൾക്കും ഈ പറയുന്ന ടയേർഡ്നെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ അത്രയും നേരം കുഞ്ഞ് ഡേ കെയറിൽ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമുക്കൊരു മനസ്സാക്ഷിക്കുത്ത് തോന്നും. അയ്യോ, ചെറിയ കുഞ്ഞല്ലേ, അത് ഇത്രയും നേരം അവിടെ ആണല്ലോ എന്നുള്ളൊരു തോന്നൽ തോന്നും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാൻവിയുടെ കാര്യത്തിൽ കുറേ കൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. കുറേ കൂടെ അല്ല, എനിക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം അവളെ ഡേ കെയറിൽ കൊണ്ടുവിടുക, അവൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, തിരിച്ചവളെ വിളിച്ചുകൊണ്ട് വരിക, പിന്നെ എന്താ പറയുക, കറക്റ്റ് സമയത്ത് വിളിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുക, പിന്നെ അത്യാവശ്യം അവളെ കൊണ്ടൊക്കെ എഴുതിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കും നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മ എന്നുള്ള രീതിയിലും എൻ്റെ ഒരു എൻ്റർപ്രണർഷിപ്പ് ജേർണി എനിക്ക് സംതൃപ്തി നൽകുന്നതാണ്. എൻ്റെ ഒരു പോളിസി വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. നമുക്കൊരു കാര്യം സന്തോഷമല്ല തരുന്നതെന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ സംഭവമാണെങ്കിലും ഞാനതിൻ്റെ പുറകിന് പോകാറില്ല. അത് ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് എത്ര അത് കാശ് തരും, അല്ലെങ്കിൽ അത് എത്ര ഇത് തരും എന്നൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് നമുക്കൊരു ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിന് ഞാനങ്ങനെ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. എല്ലാം കൊണ്ടും ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം എൻ്റെ ബ്രാൻഡ് അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ 16-ാം തീയതി ഒരു ക്യൂസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. 16 അല്ല, 19-ാം തീയതി ഇൻ്റർനാഷണൽ റീഡിംഗ് ഡേ അനുസരിച്ചിട്ടുള്ള ക്യൂസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പം ഓരോ ദിവസം എണ്ണിക്കുമ്പോഴും നമുക്ക് ഇഷ്ടംപോലെ പണികളുണ്ട്. പണികളില്ലാത്ത ഒരു ദിവസമില്ല. ഇപ്പോൾ ഈ ക്യൂസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പിന്നെ പേര് തന്നിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ക്ലാസ്സുകളുടെ കാര്യങ്ങൾ, നോട്ട് പ്രിപ്പറേഷൻ ഉണ്ട്, ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ കുട്ടികളുടെ എക്സാം വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് നമ്മളുടെ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ജോലിക്ക് പോകാൻ നേരത്ത് രാവിലെ ഒരു 6 മണിക്കോ അല്ലെങ്കിൽ 5:30ക്കാണ് എഴുന്നേറ്റിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം അത് 4 മണിയായിട്ടുണ്ട്. എനിക്ക് രാവിലെ 5:30ക്കും ഒക്കെ ക്ലാസ് ഉണ്ട്. അപ്പം ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഒരു 4:30 ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങൾ, രാവിലെ ഹസ്ബൻഡ് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ കൊച്ചിനെ പഠിപ്പിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ 5:30 മണി തൊട്ട് എൻ്റെ ഒരു ജോലി സത്യം പറഞ്ഞാൽ തുടങ്ങും. 5:30 കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കമൊക്കെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയും കൂടെ ഒക്കെ റെഡിയാക്കി സാൻവിയെ കൊണ്ടുവിടാനുള്ള കാര്യങ്ങളെല്ലാം നോക്കും. അങ്ങനെ ഞാൻ ജോലി രാജിവെച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അന്ന് തൊട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇരുന്നിട്ടില്ല. ഈ ഒരു 2 ആഴ്ച എങ്ങനെയാണ് കടന്നു പോയതെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയും വേഗത്തിലാണ്. ഇഷ്ടം പോലെ ജോലികളുണ്ടായിരുന്നു.
ഇന്നും ഇപ്പോൾ കെട്ടുകണക്കിന് ജോലികളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഹയറിങ് പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു 4 ടീച്ചർമാരെ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പം അവരുടെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര കാര്യങ്ങളാണ് ഇപ്പോൾ ഈ എൻ്റർപ്രണർഷിപ്പ് ജേർണിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എന്താ പറയുക, ഈ ഒരു ജേർണി ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോ ഞാൻ എൻ്റെ ഈ ഒരു യാത്ര എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളോട് വിശദീകരിക്കാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.